നമസ്കാരം. പവർ പോയിന്റിലേക്ക് സ്വാഗതം. ഇഷ്ടക്കാർക്ക് ഇഷ്ടം പോലെ വാരിക്കോരി നൽകുകയാണ് ഇടത് സർക്കാർ. PSC ചെയർമാനും PSC അംഗങ്ങൾക്കും വാരിക്കോരി നൽകി. KV തോമസിനും യാത്രാബത്തയായി ലക്ഷങ്ങൾ കിട്ടുന്നു. അതേസമയം പാവപ്പെട്ട ആശാവർക്കർ അടക്കമുള്ളവർക്ക് വേതനവും അവരുടെ ഓണററിയും വർദ്ധിപ്പിക്കാൻ ഒന്നും തയ്യാറാകുന്നില്ല ഈ സർക്കാർ. എന്താണ് ഇടത് സർക്കാരിൻ്റെ മുൻഗണനാക്രമം? പവർ പോയിന്റ് പരിശോധിക്കുന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അഭിജിത്ത് SK, ഇടത് സഹയാത്രികൻ H. ഹാഫീസ്, വലത് നിരീക്ഷകൻ ശ്രീ P. ശ്രീകുമാർ എന്നിവർ ചേരുന്നു. സ്വാഗതം. അഡ്വക്കേറ്റ് അഭിജിത്ത്, ഇവിടെ ഇപ്പോൾ ഈ സംസ്ഥാനത്ത് ഇഷ്ടക്കാർക്ക് വാരിക്കോരിക്കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം ഈ ആവശ്യക്കാർക്ക് അത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൃത്യമായി കിട്ടുന്നില്ല. അതിന് ഉദാഹരണങ്ങൾ പലതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, ഈ PSC അംഗങ്ങൾക്കും ചെയർമാനും അടക്കമുള്ളവർക്ക് ലഭിച്ച അവരുടെ ഒരു ശമ്പളത്തിൽ വന്ന വർധന നമ്മൾ കണ്ടതാണ്. KV തോമസിനും കിട്ടുന്നു യാത്രാബത്ത ചോദിച്ചതിലും അധികം. അതേസമയം സംസ്ഥാനത്ത് തലസ്ഥാന ഹൃദയത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പോലെ പാവപ്പെട്ടവർക്ക് അവർ ചോദിക്കുന്ന ആനുകൂല്യങ്ങൾ ഒട്ടും കിട്ടുന്നുമില്ല, അല്ലെങ്കിൽ അത് പരിഗണിക്കുന്നുമില്ല. അപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് തോന്നുന്നത്? ഒരു പിണറായി സർക്കാർ വരുമ്പോൾ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യം, LDF വരും, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ശരിയായത് LDFകാർക്ക് തന്നെയാണോ എന്നുള്ളതാണോ ഒരു സംശയം? കഴിഞ്ഞ ഒരു 8 വർഷക്കാലമായി നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വജനപക്ഷപാതം എന്ന വാക്കിന് കൃത്യമായി ഒരു ഉദാഹരണങ്ങൾ നിരത്തി ഓരോ മാസവും സ്വജനപക്ഷപാതം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പം PSC ചെയർമാൻ്റെ ശമ്പളം ഇരട്ടിയാക്കി, മെമ്പർമാരുടെ ശമ്പളം ഇരട്ടിയാക്കി. അപ്പം സാധാരണ ജനങ്ങൾക്ക് എന്താണ് കൊടുക്കുന്നത്? ഭൂനികുതി ഇരട്ടിയാക്കി കൊടുക്കുന്നു, വെള്ളക്കരം ഇരട്ടിയാക്കി കൊടുക്കുന്നു, വൈദ്യുതി ചാർജ് ഇരട്ടിയാക്കി കൊടുക്കുന്നു. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് മേൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ. എന്നാൽ സ്വന്തം ഇഷ്ടക്കാർക്കും അവർക്ക് വേണ്ടി നിൽക്കുന്നവർക്കും വേണ്ടി വാരിക്കോരി കാര്യങ്ങൾ ചിലവാക്കുന്ന ഒരു സർക്കാർ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർക്കാർ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് വഴിവിട്ട് പണക്കാരെയും അത് കണക്കുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ, അവരെ കൂടെ നിൽക്കുന്നവരെ സഹായിക്കുന്ന ഒരു ലോബിയായി ഈ ഒരു സർക്കാർ രൂപാന്തരപ്പെട്ടു പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. അപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ 1950 കാലഘട്ടങ്ങളിൽ തൊട്ട് കേരളത്തിൽ പല പല മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ടെങ്കിൽ പോലും തുടർച്ചയായിട്ട് വന്ന ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തകർന്നു. ആശാ വർക്കർമാരെ കണക്ക് സാധാരണ ജനങ്ങൾക്ക് അവശ്യം കിട്ടേണ്ട അവരുടെ ബാറ്റ പോലും കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല. എന്നാൽ കൃത്യമായി ആർക്കൊക്കെയാണോ കൊടുക്കേണ്ടത് അവർക്കൊക്കെ കൃത്യമായി വാരിക്കോരി കൊടുക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിനുള്ള കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ 1 കോടി രൂപ, നീന്തൽക്കുളം നിർമ്മിക്കാൻ 1.5 കോടി രൂപ, അങ്ങനെ എന്തൊക്കെ എവിടെയൊക്കെ ചിലവാക്കി ജനങ്ങളുടെ മേൽ അധിക നികുതി ഏർപ്പെടുത്താൻ പറ്റുമോ അത് മാത്രം ചെയ്തുകൊണ്ട് ജനങ്ങളെ നടുവൊടിക്കുന്ന ഒരു സർക്കാരായി ഇത് അധപ്പതിച്ചിരിക്കുന്നു. ഈ സർക്കാരിന് ഇനി അധികം ആയുസ് ഉണ്ടാവില്ല എന്നുള്ളത് കൂടി ലാസ്റ്റ് ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. H. ഹാഫീസ്, ഇവിടെ ഇപ്പോൾ ഈ സർക്കാർ കാര്യങ്ങൾ പറയുമ്പോൾ, ഇവിടുത്തെ ധനസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ, ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ സംസ്ഥാനത്ത് പണമില്ല, ആകെ ദുരിതത്തിലാണ്, കേന്ദ്രം ഒന്നും അനുവദിക്കുന്നില്ല, അങ്ങനെയൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകും. സംസ്ഥാന ബഡ്ജറ്റിൽ നമ്മളത് കണ്ടാണ്. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച വേളയിലും സംസ്ഥാനത്തിൻ്റെതായ പ്രതികരണമൊക്കെ അങ്ങനെയാണ് വന്നത്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ വരുമ്പോൾ ഈ കിട്ടേണ്ടവർക്കൊന്നും കിട്ടുന്നില്ല. നമുക്കറിയാം, ക്ഷാമബത്ത അടക്കം എത്ര കുടിശ്ശികയുണ്ടെന്നറിയാം. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ എത്രത്തോളം ഇനിയും കൊടുക്കാനുണ്ടെന്നുള്ളത് അറിയാം. പെൻഷൻകാരുടെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഈ PSC അംഗങ്ങൾക്കും ചെയർമാനും അതുപോലെ തന്നെ KV തോമസിനും അടക്കമുള്ളവർക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത്. അപ്പോൾ ഈ ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് തെറ്റല്ലേ, അല്ലെങ്കിൽ ഒരു മിസ് മാനേജ്മെൻ്റല്ലേ ഇവിടെ നടക്കുന്നത്? 2024 സംസ്ഥാനത്ത് PSC അംഗങ്ങളുടെ എണ്ണം എത്ര അറിയാമോ? 21. അത് 1982 8ആണ്. ഓരോ പ്രാവശ്യവും UDF ഭരിച്ചപ്പോഴാണ് 8 നിന്ന് 21 ഇതിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ PSC പെൻഷൻ വാങ്ങുന്നത് കോൺഗ്രസ്സുകാരന്മാരാണ്, അല്ലെങ്കിൽ UDFിൻ്റെ പ്രതിനിധികളായിരുന്നവരാണ്. നിങ്ങൾ കാര്യം ചെയ്യും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ജയ്ഹിന്ദ് ചാനലിലെ പ്രതിനിധിയും കൂടി ഒരു പ്രഖ്യാപനം നടത്തണം.
ഞങ്ങളാരും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളായി പോയവരാരും ഈ വർദ്ധിപ്പിച്ച പെൻഷൻ മേടിക്കത്തില്ല എന്ന്. അതിനുള്ള ധൈര്യമുണ്ടോ? അതിനു മുമ്പ് LDF നേതാക്കൾ അല്ല, അത് LDF മേടിക്കാൻ തന്നെയാണ്, കൊടുക്കാൻ തന്നെയാണ് കൂട്ടിയിരിക്കുന്നത്, മേടിക്കുക തന്നെ ചെയ്യും. എന്ത് സാഹചര്യത്തിലാണ് അത് കൂട്ടിയത്? ഞാൻ ചോദിക്കട്ടെ, ഈ നിങ്ങൾ എന്തായിരുന്നു ഈ ആശാ വർക്കർമാരെക്കാൾ എത്രത്തോളം ഇത്രയും കൂട്ടിക്കൊടുക്കേണ്ട അത്യാവശ്യം അല്ല, അങ്ങ് പറയുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിനെ പിന്താങ്ങുന്ന മാധ്യമങ്ങളും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ PSC ആവശ്യപ്പെട്ട വർധന നൽകുന്നുള്ളതാണ്. അതിന് കൊടുക്കാതിരിക്കാൻ പറയുന്ന ന്യായം എന്താണ്? കൊടുക്കാതിരിക്കാൻ പറയുന്ന ന്യായം അതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് എന്നാണ്. അത് മാത്രമല്ല പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്, അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുപോലെയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട രാജ്ഭവൻ. ആ രാജ്ഭവനിലെ ഗവർണർ ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ്. ആ രാജ്ഭവന് വേണ്ടി നമ്മൾ എത്ര കോടി രൂപയാണ് മുടക്കുന്നത്? കോൺഗ്രസ്സുകാർ വരെ റബ്ബർ സ്റ്റാമ്പാണെന്ന് പറഞ്ഞിട്ടും കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിന്നുള്ള എത്രയോ നേതാക്കന്മാർ, MM ജേക്കബും KM ചാണ്ടിയും ശങ്കരനാരായണനും ഒക്കെ അടങ്ങുന്ന ആൾക്കാർ, വക്കം പുരുഷോത്തമനൊക്കെ അടങ്ങുന്ന ആൾക്കാർ ഈ റബ്ബർ സ്റ്റാമ്പെന്ന് നിങ്ങൾ ആക്ഷേപിച്ച പദവിയിൽ ഞാൻ ഇടപെട്ടെന്ന് ചോദിക്കുന്നതിൽ വേറെ ഒന്നും തുടർച്ചയായി ഇടപെടില്ല. അത് ചോദിക്കാൻ ഇടപെട്ടാം, കുഴപ്പമില്ല. അസഹിഷ്ണുത സ്വാഭാവികമാണ്. ചില കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അത് ക്ലാരിറ്റി വരുത്തി പോകുന്ന നല്ലതല്ലേ. എന്തായാലും ഈ മുൻകാല കാര്യം ചരിത്രത്തെയാണ് തങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു സിമ്പിളായിട്ടൊരു ചോദ്യം, നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഈ സർക്കാർ തന്നെ വല്ലാതെ വേവലാതിപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. ആ വേവലാതിപ്പെട്ട് ധനകാര്യമന്ത്രിയും ഇവിടുത്തെ മറ്റു മന്ത്രിമാരും താങ്കളെപ്പോലുള്ള ഇടതുപക്ഷമൊക്കെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം, അവർക്ക് കൂട്ടി കൊടുത്തോളൂ, ആർക്ക് വേണമെങ്കിലും കൂട്ടാം, ശമ്പളം കിട്ടാൻ അർഹതയുള്ളവർക്ക് കിട്ടേണ്ടത് കിട്ടുക തന്നെ വേണം. പക്ഷേ ഇങ്ങനെ ഒരു വലിയൊരു സമരം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രശ്നത്തിനൊരു പരിഹാരം കൂട്ടിക്കൊടുത്താൽ പോരായിരുന്നോ എന്നുള്ളൊരു സിമ്പിളായിട്ടുള്ള ചോദ്യം. സമരം തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, ഒരാഴ്ച ആകുന്നതേ ഉള്ളൂ. 12 ദിവസം തികഞ്ഞിട്ടില്ല എന്ന് പറയാം. ഇടയ്ക്ക് അവധി ഉണ്ടായിരുന്നു, അവിടെ ഞാൻ 7 ദിവസം കണക്കിന് ഒരാഴ്ച എന്ന് പറഞ്ഞത്. എങ്കിൽ പോലും ആ സമരത്തിന് കൃത്യമായ മറുപടി ഉണ്ടാകും. ആശാ വർക്കർമാർക്ക് വേതന വർധന ഉണ്ടാകും, ആ കാര്യത്തിൽ സംശയമില്ല. PSC അംഗങ്ങൾക്കും KV തോമസിനുമെല്ലാം ഇത്രയധികം വർധന കൂട്ടിക്കൊടുത്തത് ചർച്ചയാവുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു സമരം നടക്കുന്നു, എന്താണ് ആവശ്യകതയെന്നും ഈ ഒരു സമരം നടക്കുമ്പോൾ അതൊന്ന് പരിഹരിച്ചിട്ട് പോരെ ഈ കൂട്ടലെന്നുള്ള ചോദ്യം വരുന്നതുകൊണ്ടാണ് അത് ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത്. ഇത് ഒരു ഒറ്റ ദിവസം കൊണ്ടല്ല ഒരു ഗവൺമെൻറ് ക്യാബിനറ്റ് തീരുമാനങ്ങൾ വരുന്നത്. അത് താഴെ തട്ടിൽ നിന്ന് എവിടെ നിന്ന് ഇൻപുട്ട് മുതൽ അതിൻ്റെ ഫയൽ നമ്പർ ഇടുന്ന പോലെ അത് നിരവധി പ്രൊസീജിയറുകൾ കൂടി കടന്ന നിയമവകുപ്പിൻ്റെ ഒരു അനുമതിക്ക് വിധേയമായി ക്യാബിനറ്റ് ബഹുമാനപ്പെട്ട സർക്കാർ പാസ്സാക്കി എടുക്കുന്ന ഒരു നിയമവും ഇന്നലെ ആവശ്യപ്പെട്ട സമരം ഇന്ന് പ്രഖ്യാപിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും 12 ദിവസം വരെയും ആ സഹോദരങ്ങൾ വഴിയിലിരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായും എൻ്റെ സംഘടനയുടെ എൻ്റെ മുന്നണിയുടെ അഭിപ്രായം. പക്ഷേ 12 ദിവസങ്ങളിൽ 2 ദിവസം അവധി കൊടുത്ത് 10 ദിവസത്തോളം അല്ലെങ്കിൽ 8 ദിവസത്തോളം അവർ തെരുവിലിരുന്നപ്പോൾ അങ്ങേക്ക് വിഷമം വരുന്നെങ്കിൽ അങ്ങേ ഓർക്കണം, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ആദിവാസികളെ AK ആന്റണിയുടെ കാലത്ത് കുടില് കെട്ടി മാസങ്ങളോളം കിടന്നു. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവർ മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വന്നു. അന്ന് എന്തുകൊണ്ട് ഈ ധാർമ്മിക ബോധം അന്ന് കോൺഗ്രസിന് ചാനലിലായിരുന്നു, കോൺഗ്രസിൻ്റെ പത്രമുണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും ഉണ്ടായിട്ടില്ല? അപ്പോൾ ഈ സമരം വന്നാൽ അടുത്ത നിമിഷം പിന്നെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി അവരൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ സമരം ചെയ്ത ആൾക്കാർക്കൊപ്പം AK ആന്റണി കോളി കളിച്ച് വിട്ടു. അതിൻ്റെ അവസാനം അവർ തുള്ളിച്ചാടി തിരിച്ച് അവരുടെ ആദിവാസി ഊരുകളിലേക്ക് പോയി അവരെന്താ ചെയ്ത്? ആന്റണിയെ പോലീസ് നിഷ്ഠൂരം വെടിവെച്ചു വന്നു. ആദിവാസിയായ ജോഗി ആന്റണിയുടെ പോലീസിൻ്റെ വെടിയുണ്ടുകളേറ്റ് മരിച്ചു. മറന്നുപോയിട്ടില്ലല്ലോ. മാസങ്ങളോളം സമരം ചെയ്തവരെ കോൽക്കളിയും നടത്തി വിട്ട ആന്റണിയാണ്. അന്നില്ലാത്ത ഈ 12 ദിവസത്തിൻ്റെ ധാർമ്മിക രോഷം കോൺഗ്രസിൻ്റെ ചാനലിന് ആവശ്യമില്ല. അതാണ് ഞാൻ വ്യക്തമായ അഭിപ്രായം. ശ്രീകുമാർ, ഇവിടെ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ മുൻഗണനാക്രമം എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് താങ്കളോട് ഉന്നയിക്കാനുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ പല വിഷയങ്ങളും വരുന്നു. ഇതൊന്നും ആർക്കും ആനുകൂല്യങ്ങൾ കൊടുക്കണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അങ്ങനെ പറയാൻ നമുക്ക് അർഹതയുമില്ല. ആനുകൂല്യങ്ങൾ കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട തന്നെ ചെയ്യണം. പക്ഷേ ഏതൊക്കെ സാഹചര്യത്തിൽ കൊടുക്കണമെന്നുള്ളതും എങ്ങനെ കൊടുക്കണമെന്നുള്ളതും സാഹചര്യം ഒരു പ്രശ്നമാണല്ലോ. നമ്മുടെ ധനകാര്യ സ്ഥിതി നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കും. ഇപ്പോൾ ചെയ്ത് ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് ശരിയാണെന്ന് പറഞ്ഞതിന് മുമ്പ് രസകരമായ സംഭവം, ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ വക്താവായി പറഞ്ഞയാൾ കേരള കോൺഗ്രസിൻ്റെ നേതാവെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരള കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് ഇടതുപക്ഷം എന്ന് പറഞ്ഞ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ഇടത് സ്വഭാവമോ അല്ലെ ഈ കമ്മ്യൂണിസ്റ്റ് രീതികൾ, ആ ഒരു പാവങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ അവസരയുടെ പാർട്ടി, സൈഡ് വൽക്കരിക്കപ്പെട്ടവരുടെ കാര്യങ്ങൾ പറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ
ഒരു ഭരണത്തിൽ 4-5 വർഷമായിട്ട് അതേലും അതൊക്കെ ചെയ്യാമായിരുന്നു. അന്നും അല്ലെങ്കിൽ അവർ ആ ഒരു സൈഡിലും പറയായിരുന്നു. ഇവിടെ ആശാ വർക്കറുടെ 12 വർഷം മുടക്കണം സമരം ചെയ്യട്ടെ, ഞാൻ കുഴപ്പമില്ല. അതേസമയത്ത് മറ്റുള്ളവർക്ക് കൂട്ടിയിരുന്ന കുഴപ്പം അതിൻ്റെ ശതമാനം മാണിസാറിൻ്റെ പാർട്ടി കൂടെ വന്ന ആളുണ്ടായിരിക്കും കണക്ക് പറഞ്ഞ് നമ്മളെ കളിപ്പിക്കുന്നത്. 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ആക്കുക എന്ന് പറഞ്ഞാൽ വലിയ കൂട്ടലാണ്. അങ്ങനെയൊന്നും ഒരിക്കലും ഒരു ഹൈക്ക് ഒരു കാര്യത്തിൽ ശമ്പളത്തിലൊന്നും അടുത്ത് വരാറില്ല. ഇടപെടുകയാണ്. ഈ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ആക്കിയ കൂട്ടില്ല. പക്ഷേ എവിടെയാണ് ഈ 10 സെന്റ് ഭൂമിക്ക് അതിൽ 1 ലക്ഷം രൂപ 10 ലക്ഷം രൂപ നികുതി അടയ്ക്കുന്നതിന് 1.5 ലക്ഷം രൂപ നികുതി അടയ്ക്കേണ്ട അവസ്ഥ വരുന്നില്ല. 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ആക്കിയാൽ അതല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ പി എസ് സി മെമ്പർമാരുടേത് 3 4 അല്ലെങ്കിൽ 2.8 ആയത് 3.8 ആവുക. പി എസ് സി ചെയർമാന് 1.25 ലക്ഷത്തിൻ്റെയും പി എസ് സി മെമ്പർമാർക്ക് 1.32 ഡിഫറൻസാണ് വരുന്നത്. 1,32,000 2-3 പേർക്ക് ശമ്പളം കിട്ടുന്ന പൈസയാണ്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇദ്ദേഹം അതിനോട് കമ്പയർ ചെയ്ത് ഞാൻ വിഷയത്തിലേക്ക് വരുമ്പോൾ പറയാം. ഇവർ ഈ ഇങ്ങനെ വക്താക്കൾ എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുടെ നിലപാടിൻ്റെ ഒരു പ്രശ്നം പറയാം. ഇത് പറയുന്നത് ആന്റണിയുടെ, ഞാനതിലും കോൺഗ്രസിൻ്റെ സൈഡ് പിടിക്കേണ്ട ആളല്ല, എങ്കിലും പറയണം. ആന്റണിയുടെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവിടെ ആദിവാസികൾ ഇവിടെ മാസങ്ങളോളം സമരം ചെയ്തു നിന്നു. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തവർ തല്ലി ഓടിച്ചല്ലേ? അപ്പോൾ ഒപ്പം നിന്നൊരാളുണ്ട്, അയാളുടെ പേര് കെ എം മണി എന്നാണ്. ആ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണ്. ഇതിനൊക്കെ ഉപദേശം കൊടുത്ത് അത് സമരം എത്ര നീട്ടണമെന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്നയാൾ കെ എം മാണി സാറാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ അങ്ങ് അടച്ചാ സ്വന്തം എന്നെ കേരള കോൺഗ്രസിന്റെ നിലപാട് പറയാനല്ല വിളിച്ചത്. ഈ സർക്കാരിന്റെ അദ്ദേഹത്തിന്റെ വാക്കുകൾ തിരിച്ചുണ്ടായില്ല. ഞാനത് പറയാനുള്ള കാരണത്തിലേക്ക് വരാം. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കെ എം മാണി സാറിൻ്റെ പാർട്ടിയാണ്, ജോസ് കെ മാണിയുടെ പാർട്ടിയാണ്, കേരള കോൺഗ്രസ് തന്നെയാണ്. ആ പാർട്ടിയുടെ നിലപാടൊന്നും മാറിയിട്ടില്ല. നിലപാട് മീൻസ് ആ പാർട്ടിയുടെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, പാർട്ടി എന്താണെന്നുള്ളത്, അത് മാറിയിട്ടില്ല. ഇങ്ങനെയുള്ള പാർട്ടികൾക്ക് പോലും ഇതുപോലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഏറാൻ നൂളാനേ പറ്റുന്നുള്ളൂ. കേരള കോൺഗ്രസിൻ്റെ കാര്യം വിട്. CPI വലിയ നമ്മളൊക്കെ കറക്റ്റഡ് ഫോഴ്സാണെന്നും പറഞ്ഞ് ഇടതുപക്ഷത്തിലെ തിരുത്തൽ ശക്തി എന്നും പറഞ്ഞ് ആഘോഷിച്ചുള്ള പത്രക്കാരൊക്കെ ആഘോഷിക്കുന്നതാണല്ലോ പണ്ട് കാലം മുതലേ. പ്രത്യേകിച്ച് ഈ CPM CPIയുടെ സെക്രട്ടറിമാർ കാനന്ദായന്തരം വരെ ഉള്ളവർ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് നമ്മൾ മീഡിയ ആഘോഷിക്കുകയും ചെയ്തു. അതാ പറഞ്ഞേ, കേരള കോൺഗ്രസിനെ വിടാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കേരള കോൺഗ്രസ് അത് ഒരു നാളെ വേണമെങ്കിൽ NDAയുടെ ഭാഗമാകാം. നാളെ ജോസ് കെ മാണിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നാളെ NDAയുടെ ഭാഗവും ഇപ്പോൾ ഇദ്ദേഹത്തെ ഉള്ളവർക്ക് വന്നിട്ട് BJP ന്യായീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ആ പൊളിറ്റിക്സ് അത് നിൽക്കട്ടെ. പക്ഷേ ഈ CPIക്ക് എന്ത് പറ്റി? അവർ പോലും ഇതിനേറാൻ മുളുകയാണ്. അവിടെയാണ് പ്രശ്നം. ഇവിടെ നമുക്ക് PSC മെമ്പർമാർക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC അംഗങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് അത് രസമെന്ന് വെച്ചാൽ അത് UDFൻ്റെ കാര്യത്തിൽ ചെയ്തോ LDFൻ്റെ കാര്യത്തിൽ തുടർന്നുള്ളതല്ല. ഇങ്ങനെ ഒരു അഗ്രസീവായിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടാന്ന് അവർക്ക് പറഞ്ഞുകൂടി. ഇത് 10 പേര് മതി. യുപിയിൽ ഇതിൻ്റെ എത്ര ഇരട്ടി 25 കോടി ജനങ്ങളുള്ള സ്ഥലമാണ് UP. ഇതിൻ്റെ 7 ഇരട്ടി 8 ഇരട്ടി ജനസംഖ്യയുള്ള സ്ഥലത്ത് 9 PSC അംഗങ്ങൾ. UP പോട്ടെ, അവർ BJPയുടെയാണ്. അവർക്ക് പിന്നെ നിയമനമൊന്നും താല്പര്യമില്ലെന്ന് പറയാം. കാരണം തമിഴ്നാട്ടിൽ എത്ര പേരാ? 13 പേര്. കർണാടകയിൽ 11 പേര്. എണ്ണം കൂട്ടിയത് കോൺഗ്രസ് ആണ്. അല്ല, ഞാൻ എണ്ണം ആര് കൂട്ടിയെന്നുള്ളതല്ലേ? ഞാൻ പറഞ്ഞു ഇത് എണ്ണം കൂട്ടിയെന്ന് പറഞ്ഞാൽ മന്ത്രിമാരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. കാരണം അവർ ഒരു കോൺഗ്രസ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യാനാണെങ്കിൽ പിന്നെ കോൺഗ്രസ്സുകാരനെ ഭരിച്ചാൽ പോരെ? മനസ്സിലായി? അപ്പം നമ്മളിതല്ല, ഇവിടെ ഒരു സംഗതി ഒരു നയത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ KV തോമസ് സാറിന് തന്നെ കോൺഗ്രസ്സുകാരനല്ലേ ശരിക്കും. പാർട്ടിയോട് പോയതല്ല, KV തോമസ് സാറിനെ പോലുള്ളവർ പോലും ആ പൈസ അങ്ങ് വാങ്ങുകയാണ്. ഇവിടെ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ എന്നുള്ളതല്ല, നമ്മുടെ ഒരു പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ. പക്ഷേ രസമെന്ന് വെച്ചാൽ ഈ കൂട്ടിയത് മുൻകാല പ്രാബല്യത്തോടെ കൂട്ടിയിരിക്കുകയാണ്. ഇത് പാർട്ടി ഫണ്ടിലേക്ക് പൈസ പമ്പ് ചെയ്യാനുള്ള ഒരു ഇൻഡയറക്റ്റ് മാർഗം തന്നെയാണ്. ഈ മുൻകാല പ്രാബല്യത്തിലുള്ള കിട്ടുന്ന മുഴുവൻ പൈസയും, അതായത് ഒരാൾക്ക് 1 ലക്ഷം രൂപ ഒരു മാസം എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ എത്ര കിട്ടും? 12 ലക്ഷം രൂപ ഒരു വർഷം കിട്ടുക. 12 ഗുണം 4 ഒരു 50 ലക്ഷത്തോളം രൂപ മുൻകാല പ്രാബല്യത്തോടെ അവിടെ കയ്യിൽ വീഴുക. 50 ലക്ഷം പാർട്ടി ഫണ്ടിലേക്കാണ് പോകുന്നത്. ഇപ്പം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് തന്നെ എനിക്കറിയാം ലെവി പോകുന്നുണ്ട്, അതെന്നൊക്കെ പറഞ്ഞ് പിന്നെ പിരിവെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല എമൗണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവരുടെ പാർട്ടിയുടെ താല്പര്യം, അതാണ് CPMൻ്റെ താല്പര്യമാണ്, അതാണ്. മറ്റുള്ള ആശാ വർക്കർമാർക്ക് 1000 രൂപ കൂട്ടി കൊടുത്താൽ ലെവി കിട്ടുമോ?
അവർ പോയി കഞ്ഞിയും കുടിച്ച് ജീവിക്കുന്നല്ലാതെ അവർക്ക് പാർട്ടിക്ക് അതുകൊണ്ട് ഈ CPM സംവിധാനത്തിൽ പാർട്ടിക്ക് എന്ത് കിട്ടുന്നത് മാത്രമേ നോക്കാറുള്ളൂ. പാർട്ടിക്ക് അതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ഉണ്ട്, അതിന് എന്ത് വഴിവിട്ട കാര്യങ്ങളും ചെയ്തും. ഇപ്പോൾ PSC അംഗങ്ങളുടെ മാത്രമല്ല, ജോയി ശ്രദ്ധിച്ചെന്ന് പറഞ്ഞുകൂടാ, അഡ്വക്കേറ്റുമാരുടെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം ഇതുപോലെ കൂട്ടിയിരിക്കുന്നു. അഭിഭാഷകർക്ക് ഇത് ഒരു അഭിഭാഷകർക്ക് സിറ്റിംഗ് ഫീസ് കൂടാതെ ശമ്പളം അത് കൂട്ടിയിരിക്കുക. അതും ഇതുപോലെ തന്നെയാണ് ശമ്പളം കൂട്ടിയിരിക്കുന്നത്, ഇതേ ഒരു റേഷ്യോ പോലെ. അതും മുൻകാല 2022 മുതൽ മുൻകാല പ്രാബല്യം. അവരെത്ര കേസ് ജയിക്കുന്നുണ്ട് നമുക്കറിയാം. എന്നിട്ട് കേസ് നടത്തണമെങ്കിൽ കോടികൾ ഉണക്കി വേറെ വക്കീലന്മാരെ കൊണ്ടുവരിക, ഇവർക്ക് ശമ്പളം കൊടുത്ത് പാർട്ടി ഫണ്ടിലേക്ക് പൈസയും വാങ്ങിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ മുൻഗണനാ ഇതൊന്നും അല്ല, നമ്മൾ ആദർശം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഇപ്പം കേരള കോൺഗ്രസ്സുകാർ കൂടെ നിന്നാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ കേരള കോൺഗ്രസ് ആണെങ്കിൽ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കേണ്ട ആൾക്കാരാണ്. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, കേരള കോൺഗ്രസ്സിനൊന്നും ആവശ്യമില്ലല്ലോ അങ്ങനത്തെ ഒരു പൈസ ഉണ്ടാക്കേണ്ടത്. അവർക്ക് 2-3 മെമ്പർമാർ കിട്ടുമായിരിക്കും, അല്ല ഒരു മെമ്പറായിരിക്കും കിട്ടിയിരിക്കുന്നത്. അതൊരു നമ്മുടെ ഒരു സമൂഹത്തോട് ചെയ്യുന്ന അത് നമ്മളതിനെ പറഞ്ഞ് എല്ലാത്തിനും പിടിച്ച് ന്യായം പറയാൻ നിൽക്കരുത്. അതൊരു ന്യായമല്ല. കാരണം ഇപ്പോൾ അതിന് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല എന്നൊക്കെ പറയാം. കിട്ടിയില്ലാത്തതിന് ജോയി എല്ലാവരും നിങ്ങളും കോൺഗ്രസ് താല്പര്യമുള്ള ആളെന്നും ചാനലിൽ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള അതിനെ നിങ്ങൾ പിന്തുണയ്ക്കും. കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടിയില്ലെന്നാണ് പറയുന്നത്? കിട്ടാൻ വേണ്ടി കാര്യമായിട്ട് കൃത്യമായിട്ട് പ്രോപ്പർ വേയിൽ പോകണം. നമ്മൾ വെറുതെ എല്ലാത്തിനും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറയുന്നു. കേന്ദ്രം അതിൻ്റെ അകത്ത് ഒരു മര്യാദ കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടും അതിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ G. സുധാകരൻ എന്ന് പറഞ്ഞ മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ അറിയാം. അദ്ദേഹം മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മന്ത്രിയായിരുന്നപ്പം ഞാൻ കൊടുത്ത എല്ലാ പ്രോജക്റ്റുകളും കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട്, പൈസയും കിട്ടിയിട്ടുണ്ട്. കാരണം അത് കൃത്യമായ രീതിയിൽ പോയാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടും. നമുക്ക് ഈ വയനാടിൻ്റെയൊക്കെ കാര്യം നമ്മൾ കണ്ടതല്ലേ, ഇവിടെ പൈസയും പ്രോജക്റ്റ് ഇല്ല, ഇങ്ങനെ ഓരോന്നൊക്കെ തള്ളല്ലാതെ ഇവിടെ ഇല്ല ഈ സംഭവം. ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ഇടതുപക്ഷ സംവിധാനത്തിന്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് അവരുടെ രീതിയാണ്, അവരെ കുറ്റം വേണ്ടില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ജനാധിപത്യത്തിലോ അല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരോട് കൂടിയപ്പം കേരള കോൺഗ്രസ്സുകാരൻ പോലും പറയുന്നത് എന്താണ്, ഗവർണറെ മാറ്റണം. ഗവർണർ എന്തിനാണെന്ന് ചോദിക്കുക. പണ്ടൊന്നും ആ നിലപാടില്ലായിരുന്നു. കേരള കോൺഗ്രസ് ഗവർണറാക്കാൻ ചാൻസ് കിട്ടിയ മാണി സാർ ഗവർണറായാൻ അതിനുവേണ്ടി ശ്രമിച്ചതാണ്. അപ്പം അതാണ് ഒരു അവസ്ഥ. അവർക്ക് ഗവർണർമാർ ഭരണഘടനാ സംവിധാനങ്ങളെ ഗവർണർമാർ വേണ്ട, അതുപോലെ ഇത് സുപ്രീം കോടതി വേണ്ട, ഭരണഘടനാ സംവിധാനം PSCയെയും ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ടയും അതിന് പൊളിറ്റിക്കൽ അജണ്ടയും അവർക്കുണ്ട്. ഈ കാശ് പിരിക്കുന്നതോടൊപ്പം നമുക്ക് PSC എന്ന് പറയുമ്പോൾ അവരെ അതിൻ്റെ തലപ്പത്തിരിക്കുന്നതിനെ കുറിച്ച് എന്താ ഇപ്പം ചിന്ത? ചുമ്മാ നമ്മുടെ പൈസ കട്ടുവാരുന്ന ആൾ, അതാണ് ഇതിൻ്റെ അർത്ഥം. ശ്രീ അഭിജിത്ത് തന്നെ നേരത്തെ ഒന്ന് ചൂണ്ടിക്കാട്ടി പോയ ഒരു പ്രധാനപ്പെട്ട PSCയിലെ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ PSCയുടെ ഈ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എത്രയധികം നിയമനങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത് പറഞ്ഞാൽ അത് നമുക്കറിയാവുന്നതാണ്, വളരെ ചുരുങ്ങി. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുമ്പോഴാണ് ഈ ശമ്പള വർധനവ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ രാഷ്ട്രീയ നിയമനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏത് മുന്നണിയായാലും ഏത് കക്ഷിയായാലും ഭരിച്ചാലും ഇത്തരം നിയമനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സാഹചര്യങ്ങൾ നോക്കി ചെയ്യേണ്ടേ എന്നുള്ളൊരു ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ PSC താങ്കളെ പോലുള്ള യുവ നേതാക്കൾ തന്നെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമായതുകൊണ്ട് ഞാൻ ആവർത്തിക്കും. കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSCയെക്കുറിച്ച് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് കഴിഞ്ഞ 8 വർഷത്തിന് മുമ്പ് വരെ വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിലെ ചെറുപ്പക്കാരെല്ലാം കടന്നു വന്നത്. ഞാനും അത്തരത്തിലൊരു ചെറുപ്പക്കാരനാണ്. എന്നാൽ കഴിഞ്ഞ ഒരു 8 വർഷമായി PSCയോടുള്ള നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ വിദേശ രാജ്യങ്ങളിലോട്ട് ചേക്കേറുന്നതിനെക്കുറിച്ചാണ് 18 വയസ്സ് കഴിഞ്ഞിട്ട് അവർ ചിന്തിക്കുന്നത്. ഇവിടെ PSC എഴുതി ഒരു ജോലി മേടിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോഴത്തെ ചെറുപ്പക്കാരും ചിന്തിക്കുന്നില്ല. അവർക്ക് ആ ഒരു രീതിയിൽ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. PSCയിലെ മെമ്പർമാർക്കും ചെയർമാനും ഇരട്ടി പൈസയാക്കി 3.5-4 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ച ഈ സർക്കാർ, ഞാൻ ചോദിക്കട്ടെ, KSRTCയിൽ സാധാരണ ജോലി ചെയ്യുന്ന സാധാരണ ജോലിക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? പകുതി ശമ്പളം കൊടുക്കും, 1/4 ശമ്പളം കൊടുക്കും. എന്നിട്ട് ജോലി ചെയ്യുന്ന അവർക്ക് ശമ്പളമില്ല എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരിക്കും ഇത്. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം, തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു സംഘടനയാണ് CPM എന്നൊക്കെ പറഞ്ഞല്ലേ ഇവർ അധികാരത്തിൽ വരുന്നത്. തൊഴിലാളികൾക്ക് ശമ്പളം നൽകില്ല എന്ന് പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ ഒരു സർക്കാർ. എന്നിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറയുന്നതാണ്, സർക്കാർ ശമ്പളം KSRTCക്ക് കൊടുക്കാത്തതും ബാക്കി സർക്കാർ സാധാരണ ഉദ്യോഗസ്ഥർക്ക് DA TA കൊടുക്കാത്തതിന് കാരണം അവർ സർക്കാരിനോട്
സഹകരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാത്തത്. എങ്കിൽ പിന്നെ ഈ PSC ചെയർമാനും ബാക്കിയുള്ള മേലുദ്യോഗസ്ഥർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടെ സർക്കാരിനോട് അങ്ങ് സഹകരിച്ചാൽ പോരെ. ഈ വരുന്ന ഇവരുടെ താൽപ്പര്യ കക്ഷികൾക്കെല്ലാം സർക്കാരിനോട് സഹകരിക്കാൻ വിമുഖതയും അവർക്ക് വാശി കൂട്ടിക്കൊടുക്കാനുള്ള വ്യഗ്രതയും അല്ലാതെ സാധാരണ ജോലിക്കാർക്കും സാധാരണ ആൾക്കാർക്കും ഈ സർക്കാരിനെ കൊണ്ട് ഒരു ഉപയോഗമില്ല. ഭൂമി നികുതി അടക്കം, വെള്ളക്കരമടക്കം, വൈദ്യുതി ചാർജ് അടക്കം എല്ലായിടത്തും സമസ്ത മേഖലയിലും വിലക്കയറ്റം ജനങ്ങൾ പൊറുതിമുട്ടും. ഇപ്പോൾ ലാസ്റ്റായിട്ട് അവസാനമായിട്ട് അറിയാൻ പറ്റിയത് കിഫ്ബി വഴി സ്ഥാപിക്കുന്ന സ്ഥാപനങ്ങളിലെല്ലാം ടോൾ കണക്ക് എന്തോ ഒരു നികുതി കൂടി ചുമത്താൻ പോവുകയാണ്. അപ്പം നമ്മൾ നാട്ടിൽ എവിടെ ഇറങ്ങിയാലും സർക്കാരിൻ്റെ ഒരു നികുതി പിടുത്തമായിട്ടുള്ള രീതിയിൽ സർക്കാർ അധിക നികുതി ചുമത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമുക്കറിയാം ഈ പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും അവരുടെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഒക്കെയാണ് വോട്ട് ചോദിച്ചതും അധികാരത്തിലെത്തിയതും. ഈ പാവപ്പെട്ട തൊഴിലാളികളായിരുന്നല്ലോ ഈ കാര്യങ്ങൾക്കെല്ലാം ഈ ഇടത് സർക്കാരിനെ അല്ലെങ്കിൽ ഈ സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടി സഹായം ചെയ്തത്. പക്ഷെ അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നുണ്ടോ? ഈ ഇഷ്ടക്കാരെന്ന് പറയുന്ന ഇത്തരം രാഷ്ട്രീയ നിയമനങ്ങളായി വരുന്നവരെ ഇങ്ങനെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുകയും സാധാരണക്കാരായ ജനങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന നിലപാട് എത്രത്തോളം ശരിയാണ് എന്നുള്ളതാണ്. അതാണോ ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറയുന്നത്? അഭിജിത്തിനറിയാമോ, ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം KSRTCയിൽ ഒരു ജീവനക്കാരൻ പോലും ആത്മഹത്യ ചെയ്തിട്ടില്ല. അതേസമയം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എത്രമാത്രം ആത്മഹത്യകൾ നടന്നറിയാമോ? ഒന്നും വേണ്ട, കേരള നിയമസഭയുടെ അകത്തളത്തിൽ ഒരു ജീവനക്കാരൻ, KSRTC റിട്ടയർഡ് ജീവനക്കാരൻ പെൻഷൻ ഇല്ലാതെ നിയമസഭാ ഗാലറി ഇരുന്നൂടെ മുദ്രാവാക്യം വിളിച്ചു. ആ കൂടെ സർക്കാരിന് വേണ്ടി അന്നത്തെ സ്പീക്കർ ശക്തം ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ കാര്യം പുറത്ത് സംപ്രക്ഷേപണം ചെയ്യില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് മാതൃഭൂമി ചാനൽ വഴി നമ്മളത് കണ്ടു. ആ റൂളിങ്ങിനെ അവഗണിച്ചുകൊണ്ട് മാതൃഭൂമി അന്നത് കാണിച്ചിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിയമസഭയിൽ മുദ്രാവാക്യം വിളിക്കാനും മന്ത്രിയുടെ ചേംബറിന് മുന്നിൽ നിരാഹാരം കിടക്കാനും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനും ഒരു KSRTC കാരണം ആന്റണി രാജു ഭരിച്ചപ്പോഴാണ് ശ്രീ KB ഗണേഷ് കുമാർ ഈ പിണറായി സർക്കാരിൻ്റെ ഗതാഗത മന്ത്രി കാലത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ 12 ദിവസം കിടന്നാലേ ചർച്ച ചെയ്യുമെന്നല്ല പറയാം. അവരോട് ആദ്യമേ ചർച്ചയ്ക്ക് പറഞ്ഞു 20,000 കിട്ടിയാലേ എഴുന്നേറ്റ് പോകാൻ ഒരു വാശി പിടിക്കുമ്പോൾ അവർക്ക് വെള്ളവും വളവും നൽകിക്കൊണ്ട് ഈ സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ നേടാമെന്ന് കരുതിക്കൊണ്ട് ഈ സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രതിപക്ഷം ഈ കേരളത്തിലുണ്ട്. ഏത് വികസന പ്രവർത്തനങ്ങൾ വന്നാലും ഞങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്ന് വാശി പിടിക്കുന്നവർ, സർക്കാരിനെതിരെ എന്ത് ആവശ്യം ഉന്നയിച്ച് സമരം ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ, അതവരുടെ രാഷ്ട്രീയമായ നിലപാടുകൾ അവർ സ്വീകരിക്കട്ടെ. ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, ആശാ വർക്കർമാർ കണ്ണുനീരോടെ പോകേണ്ട അവസ്ഥ വരില്ല, അതുറപ്പാണ്. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ട്. അവർക്ക് ക്രമാതീതമായി വർദ്ധിപ്പിക്കേണ്ട ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കും. അവരുടെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാനോ അവരുടെ വീട്ടിൽ അരിയും സാധനങ്ങളും വാങ്ങിക്കാനോ അവസ്ഥയില്ലാതിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യം ചിന്തിക്കുക പോലും വേണ്ട. പിന്നെ സർക്കാരുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുകൂടെ PSCക്ക് എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അഭിഭാഷകൻ കൂടിയായ അഭിജിത്ത് ചോദിച്ചത് അറിവില്ലായ്മയായിട്ടല്ല. അഭിജിത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല അഭിപ്രായമാണ്. മിടുക്കനായ ഒരു അഭിഭാഷകനാണ്. എനിക്ക് വേണ്ടി പോലും കോടതികളിൽ അദ്ദേഹം അപ്പിയർ ചെയ്യുന്ന ഒരാളാണ്. അന്ന് ഞങ്ങളൊക്കെ ഒന്നിച്ചുണ്ടായിരുന്ന കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന രാഷ്ട്രീയ സമരങ്ങളിൽ പ്രതിഭാഗത്തിന് വേണ്ടി ക്രോസ് ചെയ്യാൻ ഞങ്ങളൊക്കെ പ്രതികളായ കേരള കോൺഗ്രസ്സുകാർ പ്രതികളായ കേസുകൾ, രാഷ്ട്രീയ കേസുകൾ, 20 വർഷം മുമ്പുള്ള കേസുകളൊക്കെ ഇപ്പോഴും കൊടുത്തു വരുമ്പോൾ അന്ന് ഒരു പക്ഷേ 10ാം ക്ലാസ്സിൽ പോലും പഠിക്കായിരുന്ന അഭിജിത്ത് ഇപ്പോൾ അഭിഭാഷകനായി ആ കേസിൽ ഉദ്യോഗസ്ഥന്മാരെ ക്രോസ് ചെയ്യുന്ന സന്തോഷത്തോടെ കണ്ടിരിക്കുന്ന ആളാണ്. ആ അഭിജിത്ത് ചോദിക്കുക PSCക്ക് ഗവൺമെൻറ്റിനോട് ചേർന്ന് നിന്നോടെന്ന്. PSC എന്ന് പറഞ്ഞൊരു ഭരണഘടനാ സ്ഥാപനമാണ്. രാജ്ഭവൻ പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലെ PSCയും AG's ഓഫീസ് പോലെ ഒരു ഭരണഘടനാ സ്ഥാപനമായി നിൽക്കുന്ന സ്ഥലമാണ്. അവർക്ക് സർക്കാരുമായി യോജിച്ച് നിൽക്കാൻ പാടില്ല. ഒരാളെ വൺസ് അപ്പോൺ എ ടൈം നിയമിച്ച് ക്യാബിനറ്റ് ശുപാർശ ചെയ്ത് ഗവർണർ അതിന് നിയമനം അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തെ നീക്കാൻ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മാത്രമേ അവകാശമുള്ളൂ. അവർക്ക് സർക്കാരിനോട് ചോദിച്ചെന്നാൽ അതിൻ്റെ അന്തസ്സത്തെ ചോരുകയാണ്. അതുപോലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് രാജ്ഭവൻ. അവിടുത്തെ ഗവർണർ സ്വന്തമായിട്ട് പല്ല് നോക്കാൻ വേണ്ടി ഒരു ദന്ത ഡോക്ടറെ അവിടെ നിയമിക്കണമെന്ന് പറഞ്ഞു. നിയമനം കൊടുക്കണമെന്ന് കോൺഗ്രസും BJPയും ഒക്കെ കൂടെ പറഞ്ഞു. അവിടുത്തെ ക്യാമറാമാൻ അദ്ദേഹത്തിന് സത്യത്തിൽ അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടേണ്ട ഒരാൾ തന്നെ അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് നിയമനം കൊടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഡോബിക്ക് സ്ഥിര നിയമനം 15 പേരുടെ ലിസ്റ്റ് കൊടുത്തു. അവരുടെ സ്ഥിര നിയമനം കൊടുത്തില്ലേ? അവരുടെ ശമ്പളം എത്രയാണ്?
അപ്പോഴും ഈ അല്ല. മുൻഗണനാ ക്രമം ഈ തരത്തിൽ തന്നെ അല്ല, ആകണമെന്നാണ് അങ്ങനെയല്ല. താങ്കൾ ഈ പറയുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളോട് തീർച്ചയായും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവർ അവർക്ക് സമരം ചെയ്യേണ്ട കാര്യവും മറ്റു ഇല്ല, സജ്ജീകരിക്കേണ്ട അതാ കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ അതൊന്നും പറയാം, ഇരിക്കാതെ ഞാനും തന്നെ നിങ്ങളുമൊക്കെ സർക്കാർ അവർ അങ്ങനെ ഒന്നും സർക്കാരിന്റെ ഇരിക്കാതെ ജനങ്ങളും തന്നെ ചോദിക്കുന്നതിനപ്പുറം അങ്ങനെയല്ല. കൊടുക്കുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളോട് ചില കാര്യങ്ങൾ, ചില ഉത്തരവാദിത്തങ്ങൾ സംസ്ഥാന സർക്കാരിനുണ്ട്. ശ്രീകുമാർ, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞു വരുമ്പോഴും ഈ കാര്യങ്ങൾ പറഞ്ഞുള്ളൂ, ഭരണഘടനാപരമായ സ്ഥാപനമാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ അർഹതയുണ്ട്. അപ്പോൾ അത് കിട്ടേണ്ടത് ശരിയല്ലേ എന്നുള്ള തരത്തിലാണ് അദ്ദേഹം ചോദിച്ചു വരുന്നത്. അപ്പോൾ എന്താണ് ആ കാര്യത്തിലുള്ളത്? അല്ല, ഭരണഘടനാപരമായ സ്ഥാപനങ്ങളെ നിലനിർത്തണം, അവിടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണം എന്നുള്ളൊരു ഇതാണ്. ഒരു സംശയമില്ല. പക്ഷേ അത് ചെയ്യുന്നതിൻ്റെ ഈ പ്രയോറിറ്റി എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇപ്പം നമ്മൾ സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മളിതിപ്പം ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. ബാലഗോപാലിനെ പോലുള്ളൊരു ധനകാര്യമന്ത്രി പരാജയമാണ്. ഇങ്ങനെയൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നു. ആശാ വർക്കർമാരുടെ പൈസ പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു ധനകാര്യ ഒരു ഇഷ്യൂ നിൽക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് എന്തിനാ കൂട്ടുന്നതെന്ന്. അപ്പം കമ്പയർ ചെയ്ത് ഇടത് സുഹൃത്ത് പറഞ്ഞതെന്നറിയോ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഇത് ഈ 8 നിന്ന് 20 ആക്കി. എൻ്റെ സുഹൃത്തെ, അന്ന് KM മാണി എന്ന് പറഞ്ഞ മിടുക്കനായ ഒരു ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മിടുക്കെന്ന് പറയാം, അന്ന് നല്ല ഇവിടെ കേരളത്തിൻ്റെ ധനകാര്യം ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുകയല്ലായിരുന്നു. അപ്പോൾ 8-20 ആക്കാം, പൈസ ശമ്പളം കൊടുക്കാൻ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പം KM മാണിയെ പോലെ ഒരു മിടുക്കനായ ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നുകൊണ്ടാകാം അന്ന് ഉമ്മൻചാണ്ടിക്കാണെങ്കിലും ആന്റണിക്കാണെങ്കിലും ഇത് കൂട്ടാണ്ടി വന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു സംഗതിയില്ല. ഇപ്പോഴത്തെ CPM ധനകാര്യമന്ത്രിമാരെല്ലാം കേരളത്തിൻ്റെ സാമ്പത്തിക നില കുത്തനെ താഴോട്ടാക്കുന്നത്. പണ്ട് നമുക്കറിയാം, ഒരു ഭരണം പോയത് തന്നെ ഒരു ധനകാര്യമന്ത്രിയുടെ കഴിവുകേടുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന് ഒരു തുടർ ഭരണം കിട്ടാതെ പോയത്. ശിവദാസമേനോൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. അപ്പം ഈ CPM എന്ന് പറഞ്ഞാൽ എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയും തകർക്കുക, നിലവിലുള്ള സംവിധാനങ്ങളെ തകർക്കുക, ധനകാര്യ മാനേജ്മെൻറ്റ് ഇല്ലാതാക്കുക. അവർക്ക് നമുക്കറിയാമല്ലോ, ഇതിനുമുമ്പുള്ള ഒരു കയർബിരി മന്ത്രി ഉണ്ടായിരുന്നല്ലോ ധനകാര്യം, എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നത്. അദ്ദേഹത്തിൻ്റെ കിഫ്ബി എന്തൊക്കെയായിരുന്നു. അങ്ങനെ ബ്ലണ്ടർ പ്രോജക്റ്റുകൾ, ലോകത്ത് നടക്കാത്ത കാര്യങ്ങൾ, ഇതെല്ലാം കൊണ്ടുവരും. ആരുടെ പേര് കുറ്റം പറയും. അത് ഉമ്മൻചാണ്ടിയുടെ പേരിലായിരിക്കും. ചിലപ്പോൾ ഉമ്മൻചാണ്ടിയെ കള്ളനാക്കും. ഇപ്പം കേന്ദ്രം വേറെ ആരെയും പറയുന്നത് കേന്ദ്രത്തിൽ, കാരണം ഉമ്മൻചാണ്ടിയും കോൺഗ്രസിനെ പറഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് കൈയിടേണ്ടതാണ്. ഇപ്പം കേന്ദ്രം തരുന്നില്ല. എന്തിനാണ് ഇവർ ഭരിക്കുന്നത്? എന്നാൽ കേന്ദ്രത്തെ പറഞ്ഞാൽ വെച്ചിട്ട് പാവം പറയും. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ബാർ മുതലാളിമാരിൽ നിന്നും, സ്വർണ്ണ വ്യാപാരികളിൽ നിന്നും, അത്തരത്തിലുള്ള മുതലാളിമാരിൽ നിന്ന് കൃത്യമായ രീതിയിൽ ഇവർ നികുതി പിരിച്ചെടുക്കുന്നില്ലല്ലോ. അത്തരത്തിൽ കൃത്യമായി നികുതി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന കോടികൾ മതിയല്ലോ ഇത്തരത്തിൽ സാധാരണക്കാർക്ക് വീതിച്ചു കൊടുക്ക്. അവരുടെ ഇത്തരത്തിലുള്ള അവശ്യ സാധനങ്ങൾക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ ആശാവർക്കർമാരുടെ അവരുടെയൊക്കെ തുച്ഛമായ പൈസയല്ലേ, ലക്ഷങ്ങളും കോടികളും ഒന്നുമില്ല, അവർക്കൊക്കെ കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സാമ്പത്തിക ബാധ്യത നിൽക്കുമ്പോഴും സർക്കാർ ദൂർത്തടിച്ച് നവകേരള സദസ്സ് നടത്തുന്നു. നവകേരള സദസ്സ് നടത്തി കോടികൾ പൊടിച്ചില്ലേ? കേരളീയം പരിപാടി നടത്തി 100 കോടിയിലൂടെ പൊടിച്ച് കളഞ്ഞില്ലേ? എന്ത് കാര്യം ഉണ്ടായിരുന്നു? ആ 100 കോടി ഉണ്ടായിരുന്നു, ഇവിടെ എത്ര ആശാവർക്കർമാർക്കുള്ള കാശ് കൊടുക്കായിരുന്നു? അതൊന്നും ചെയ്യാതെ, സാധാരണ ജനങ്ങളുടെ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യാതെ, മുതലാളിമാരുടെയും ഇത്തരത്തിലുള്ള ആൾക്കാർക്കും വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സർക്കാരായി ഇത് അതപ്പതിച്ചിൽ വിഷമമുണ്ട്. തീർച്ചയായും. എന്തായാലും തൊഴിലാളികളോടുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധത, നീതിബോധം എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയോട് അവസാനിപ്പിക്കുന്നു. നന്ദി ശ്രീ അഭിജിത്ത്, ശ്രീ ഹഫീസ്, ഒപ്പം തന്നെ ശ്രീ ശ്രീകുമാർ. പവർ പോയിന്റ് ഇന്നോട് പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.